എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ദേഷ്യം വരാറുണ്ട്. നമുക്കെല്ലാവർക്കും ദേഷ്യം വരാറുണ്ട്. ദേഷ്യം സ്വാഭാവികമായ നമ്മളുടെ ഒരു വികാരമാണ്. പക്ഷേ ആ വികാരം, ദേഷ്യം, കോപം എന്ന് പറയുന്ന വികാരം വിനാശകരമായ പ്രൊപ്പോർഷനിലേക്ക് മാറുമ്പോൾ, വിനാശകരമായ രീതിയിൽ മാറുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുണ്ട്. അതെന്താണ്, നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ്, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള വിനാശകരമായ കോപത്തിന്, അൺകൺട്രോളബിൾ ആങ്കർ അല്ലെങ്കിൽ അഗ്രഷൻ, അതിന് സൈക്കോതെറാപ്പിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധാരണ വർക്ക്ഷീറ്റാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. ഈ വീഡിയോ കാണുമ്പോൾ ദയവ് ചെയ്ത് കമൻറ്റുകൾ വായിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോടത് കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ്. എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മണിക്ക് ഞാൻ യൂട്യൂബിൽ ലൈവായി വരുന്നതാണ്. നിങ്ങൾക്ക് പങ്കെടുക്കാം, നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാം. ഈ പറയുന്ന പേപ്പർ വ്യായാമം എന്നെഴുതിയിരിക്കുന്നു, അത് പേപ്പർ വ്യായാമമാണ്. അതിൻ്റെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ കോപത്തിൻ്റെ വിനാശകരമായ പ്രകടനങ്ങൾക്കുള്ള ബദലുകൾ തിരിച്ചറിയുകയും വ്യക്തമാക്കുകയും ചെയ്യുക. നിങ്ങൾക്കത് മനസ്സിലാകും. 2, കോപം എങ്ങനെ വിനാശകരമായി പ്രകടിപ്പിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു അവബോധം നിങ്ങൾക്ക് സൃഷ്ടിക്കുക. 3, വിനാശകരമായ കോപപ്രകടനത്തിന് സൃഷ്ടിപരമായ ബദലുകൾ ഉപയോഗിക്കുക. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഇനി ഈ പേപ്പർ വ്യായാമം ഏറ്റവും ഉപയോഗപ്രദമായേക്കാവുന്ന മറ്റ് മാനസിക പ്രശ്നങ്ങൾ. ആൾറെഡി കോപം എന്ന് പറയുന്നത് ഉള്ള ആളുകൾക്ക് ഈ പേപ്പർ വ്യായാമം ഉപയോഗിക്കാം. അതിന് പുറമെ കോപം ഏറ്റവും കൂടുതൽ വരുന്ന ആൻറ്റി സോഷ്യൽ ബിഹേവിയർ പാറ്റേൺ, അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, പിന്നെ ഫാമിലി കൺഫ്ലിക്റ്റ്, കുടുംബത്തിലുണ്ടാകുന്ന ദേഷ്യമുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, പിന്നെ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, ഇവയിലെല്ലാം നമുക്ക് ഈ പറയുന്ന പേപ്പർ വ്യായാമം ഉപയോഗിക്കാം. അതെന്താണ് എന്ന് ഞാൻ അവസാനം പറയുന്നുണ്ട്. അത് നിങ്ങൾ കോപ്പി ചെയ്ത് വയ്ക്കണം. ഇതിന് നമ്മൾ സാധാരണഗതിയിൽ ദേഷ്യം വരുമ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിൽ പെരുമാറാൻ സാധിക്കും, ദേഷ്യം വരാതിരിക്കാൻ, ദേഷ്യം വന്നതിന് ശേഷം അതിനെ ഏതൊക്കെ രീതിയിൽ ഡൈവേർട്ട് ചെയ്യാൻ സാധിക്കും എന്ന് നോക്കാം. 1, യുക്തിപരമായ പെരുമാറ്റ രീതി. മറ്റൊരാളുടെ ആവശ്യങ്ങളെയും അവകാശങ്ങളെയും ബഹുമാനിക്കുന്ന രീതിയിൽ തുറന്ന് സംസാരിക്കുകയും ആരെയും പ്രതിരോധത്തിലാക്കാൻ, അവരെ ആക്രമിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് യുക്തമായ പെരുമാറ്റ രീതി. അതിന് ഇംഗ്ലീഷിൽ അസർട്ടീവ്നെസ് എന്ന് പറയും. 2, ട്യൂൺ ഔട്ട് അല്ലെങ്കിൽ കൂൾ ഡൗൺ. സാഹചര്യം അസ്ഥിരവും ഫലപ്രദവും അല്ലാത്തതായി മാറിയിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞു. അതിനുശേഷം ഓരോ കക്ഷിക്കും തണുക്കാനും അവരുടെ ചിന്തകൾ ശേഖരിക്കാനും വ്യക്തിപരമായ നിയന്ത്രണം വീണ്ടെടുക്കുവാനും അവസരം നൽകുന്നതിന് സാഹചര്യത്തിൽ നിന്നും പിന്മാറാൻ നിർദ്ദേശിക്കുകയും ചെയ്യുക. അതല്ലെങ്കിൽ സ്വയം പിന്മാറാം. 3, റിലാക്സേഷനാണ്. വിശ്രമം സൂചിപ്പിക്കുന്ന വാക്കുകൾ, പിരിമുറുക്കം ഒഴിവാക്കുന്ന ആഴത്തിലുള്ള ഡീപ്പ് ബ്രീത്തിങ്, വിശ്വസിക്കുന്ന രംഗങ്ങൾ സങ്കല്പിക്കുക, വിഷ്വലൈസേഷൻ, അല്ലെങ്കിൽ ആഴത്തിലുള്ള പേശി വിശ്രമം, അതായത് ശാരീരികമായി മസിൽ റിലാക്സേഷൻ എക്സസൈസ് ചെയ്യുക. അതിന് സമ്മർദ്ദം ഇതിലൂടെ നമുക്ക് കുറയ്ക്കാവുന്നതാണ്. അങ്ങനെ റിലാക്സേഷൻ മെത്തേഡുകൾ നമുക്ക് പരിശീലിക്കാം. അടുത്തത് വഴിതിരിച്ചുവിടൽ, ഡൈവേർഷൻ. കോപം വർദ്ധിക്കുന്നതായി തോന്നുമ്പോൾ അത് വർദ്ധിക്കുന്നത് തടയുന്ന വഴിതിരിച്ചുവിടൽ പ്രവർത്തനങ്ങൾ കണ്ടെത്തി കൂടുതൽ ആസ്വാദ്യകരമായ അനുഭവങ്ങളിൽ മനസ്സിനെ കേന്ദ്രീകരിക്കുക. അടുത്തത് ശാരീരിക വ്യായാമം. കോപത്തിൻ്റെയും പിരിമുറുക്കത്തിൻ്റെയും അളവ് ഉയരുമ്പോൾ നിയന്ത്രണം നഷ്ടപ്പെടുന്നതിനോ കോപത്തിൻ്റെ പൊട്ടിത്തെറിക്കുന്നതിനോ പകരമായി പിരിമുറുക്കം ഒഴിവാക്കാനും ഊർജം പുറന്തള്ളുവാനും ശാരീരിക വ്യായാമം സഹായിക്കുന്നു. പിന്നെ പ്രശ്നപരിഹാര കഴിവുകൾ. പ്രശ്നം തിരിച്ചറിയുക അല്ലെങ്കിൽ വ്യക്തമാക്കുക, സാധ്യമായ പരിഹാരങ്ങൾ ചിന്തിക്കുക, നിർദ്ദേശിക്കുക, ഓരോ ബദൽ പരിഹാരത്തിൻ്റെയും ഗുണദോഷങ്ങൾ അവലോകനം ചെയ്യുക, നടപ്പിലാക്കുന്നതിനുള്ള ഏറ്റവും മികച്ച ബദൽ തിരഞ്ഞെടുക്കുക, പരസ്പര സംതൃപ്തിയിലൂടെ ഫലം വിലയിരുത്തുക, ഒടുവിൽ ആവശ്യമെങ്കിൽ പരസ്പര സംതൃപ്തി വർദ്ധിക്കുന്നതിന് പരിഹാരം ക്രമീകരിക്കുക. അടുത്തത് സ്വയം സംസാരം. കോപനിയന്ത്രണത്തിന് നമ്മളോട് തന്നെ സ്വയം സംസാരിക്കുന്നതും നമ്മളൊന്ന് റിലാക്സ് ചെയ്യുവാൻ മാനസികമായി നമ്മളെ തന്നെ സംസാരിച്ച് റിലാക്സ് ആക്കുകയും ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്വയം സംസാരം എന്നുള്ള മെത്തേഡ്. അല്ലാതെ ഞാൻ എന്ന സന്ദേശങ്ങൾ, നിങ്ങളുടെ കോപത്തിൻ്റെ ലക്ഷ്യത്തോട് സംസാരിക്കുക. മറ്റൊരാളുടെ പെരുമാറ്റം, പ്രചോദനങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്നിവയെ ആക്രമിക്കുകയോ ലേബൽ ചെയ്യുകയോ വിവരിക്കുകയോ ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ വികാരങ്ങളും ആവശ്യങ്ങളും വിവരിക്കുക. നിങ്ങളുടെ വാക്യങ്ങൾ എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ എനിക്ക് വേണം എന്ന് ആരംഭിക്കുക. അതല്ലാതെ നിങ്ങൾ കൗൺസിലറോട് സംസാരിച്ചിട്ടോ നിങ്ങൾ സ്വയം കണ്ടെത്തിയതോ ആയ ഈ പറഞ്ഞ 7 8 ബദലുകൾക്ക്
ഒരു ബദലുകളെ ഉദാഹരണമായി എടുത്ത് നിങ്ങൾ തന്നെ പല ബദലുകളും ഉണ്ടാക്കിയെടുക്കാം. ഉദാഹരണത്തിന്, ദേഷ്യം വരുമ്പോൾ പാട്ട് കേൾക്കുന്നത് നല്ലൊരു ബദലാണ്. ദേഷ്യം വരുമ്പോൾ ആ റൂമിന് പുറത്തേക്ക് പോകുന്നത്, ശുദ്ധമായി ശ്വസിക്കുന്നത് നല്ലൊരു ബദലാണ്. അങ്ങനെയുള്ളത് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഈ കോപം നമ്മൾ വരാതിരിക്കുന്നതിനുള്ള ഈ ബദലുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇനി വരുന്ന പേപ്പറിൽ ഒരു കോളം, ഒരു ഫോം ഉണ്ടാവും. ആ ഫോം നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് എന്ന് വിവരിക്കാം. ഒന്നാമത്തെ പോയിന്റ്, ഇത് ഒരു ഫോമാണെന്ന് വിചാരിക്കുക. ഇത് രണ്ടാമത്തെ ഫോമാണ്. ഇതുപോലെയുള്ള കുറേയധികം ഫോമുകൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഡയറിയിലോ പേപ്പറിലോ എഴുതി വയ്ക്കുക. ഒരു 15-20 ദിവസം ചെയ്ത് നന്നായിരിക്കും. ഒന്നാമത്തെ കോളത്തിൽ നിങ്ങൾ അതിൻ്റെ ഡേറ്റും സമയവും എല്ലാം എഴുതുക. രണ്ടാമത്തെ കോളത്തിൽ ഈ കോപ പ്രതികരണത്തിന് കാരണമായ സാഹചര്യം എന്താണ് എന്നുള്ളത് ഇവിടെ നിങ്ങളാലാവുന്ന രീതിയിൽ ഒന്ന് വ്യക്തമായി എഴുതുക. പിന്നെ അതിന് നിങ്ങൾ ആ സമയത്ത് ഉപയോഗിച്ച, ആ കോപം വന്നപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഉപയോഗിച്ച വിനാശകരമായ പ്രതികരണം എന്താണ്. ഒരുപക്ഷെ ആരെങ്കിലും തല്ലിയിട്ടുണ്ടാവാം, എന്തെങ്കിലും എടുത്തെറിഞ്ഞിട്ടുണ്ടാവാം, ചീത്ത പറഞ്ഞിട്ടുണ്ടാവാം, വല്ലാതെ വയലൻ്റായി നിലവിളിച്ചിട്ടുണ്ടാവാം. എന്തായിരുന്നു നിങ്ങളുടെ പ്രതികരണം എന്നുള്ളത് ഈ വിനാശകരമായ പ്രതികരണം എന്നുള്ള കോളത്തിൽ എഴുതുക. മൂന്നാമത്, ഇങ്ങനെ വിനാശകരമായി പ്രതികരിക്കുന്നതിന് പകരം അതേ സാഹചര്യം വീണ്ടും വന്നാൽ, അല്ലെങ്കിൽ മുമ്പുണ്ടായ സാഹചര്യത്തിൽ മുമ്പ് നമ്മൾ സംസാരിച്ച 8-9 പോയിന്റുകളും നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ബദൽ മാർഗങ്ങളും പോലെ ഏതായിരിക്കും നിങ്ങൾ അവിടെ ഉപയോഗിക്കേണ്ടിയിരുന്നത് എന്നുള്ളത്, ഉപയോഗിക്കേണ്ടിയിരുന്ന ബദൽ സൃഷ്ടിപരമായ പ്രതികരണം എന്തായിരിക്കണം എന്നുള്ളത് ഈ മൂന്നാമത്തെ കോളത്തിൽ എഴുതുക. ഇത് ഒരു നേരത്തെ. അടുത്ത പ്രാവശ്യം ദേഷ്യം വരുമ്പോൾ അത് രണ്ടാമത്തെ കോളത്തിൽ എഴുതുക, രണ്ടാമത്തെ ഫോമിൽ എഴുതുക, മൂന്നാമത്തെ ഫോമിൽ എഴുതുക. അങ്ങനെ ഒരു ദിവസം 2-3-4 പ്രാവശ്യം നിങ്ങൾ കോപം വരുമ്പോഴെല്ലാം ഈ ഫോം ഉപയോഗിക്കുന്നത് വഴി ഏകദേശം 1 മാസം തുടർച്ചയായി ഈ ഫോം വീണ്ടും വീണ്ടും നിങ്ങൾ ഉപയോഗിച്ച് മനസ്സിലെ കാര്യങ്ങളെല്ലാം എഴുതിയാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കോപത്തിന്, വിനാശകരമായ കോപത്തിന് ബദൽ രീതികൾ അവലംബിക്കുവാനും അതുവഴി നിങ്ങളുടെ ഈ പറഞ്ഞ കോപത്തെ വളരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുവാനും സാധിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തീർച്ചയായും ചെയ്തു നോക്കൂ, ഗുണകരമായി ഭവിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. ഈ വീഡിയോ കാണുമ്പോൾ ദയവ് ചെയ്ത് കമൻറ്റുകൾ വായിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോടത് കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ്. എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മണിക്ക് ഞാൻ യൂട്യൂബിൽ ലൈവായി വരുന്നതാണ്. നിങ്ങൾക്ക് പങ്കെടുക്കാം, നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാം. ഈ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി. നമസ്കാരം.